അവർ -76, റഷ്യൻ -76, -76, 4625 കിസ് ആവൃത്തിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ഷോർട്ട്വേവ് റേഡിയോ സ്റ്റേഷനാണ്. ദി ബസ്സർ എന്ന വിളിപ്പേരും അറിയപ്പെടുന്ന മറ്റ് കോൾ സൈനുകൾ കാണുക. ഇത് ഹ്രസ്വവും ഏകതാനവുമായ ഒരു ശബ്ദം സംപ്രേക്ഷണം ചെയ്യുന്നു. മിനിറ്റിൽ ഏകദേശം 25 ടൺ, പ്രതിദിനം 24 മണിക്കൂർ എന്ന തോതിൽ ആവർത്തിക്കുന്നു. ചിലപ്പോൾ ബസർ സിഗ്നൽ തടസ്സപ്പെടുകയും റഷ്യൻ ഭാഷയിൽ ഒരു ശബ്ദ സംപ്രേക്ഷണം നടക്കുകയും ചെയ്യുന്നു. പ്രക്ഷേപണം ആരംഭിക്കുന്ന തീയതി തർക്കത്തിലാണ്. എന്നിരുന്നാലും 1970കളുടെ അവസാനത്തിൽ ഒരുപക്ഷേ 1976-ൽ പ്രക്ഷേപണം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. സ്റ്റേഷന്റെ ഉദ്ദേശ്യം റഷ്യൻ സർക്കാരോ ബ്രോഡ്കാസ്റ്റ് ഉദ്യോഗസ്ഥരോ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും റിപ്പബ്ലിക് ഓഫ് ലിത്വാനിയയുടെ മുൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് മന്ത്രിയായ റിമാൻഡാസ് പ്ലീക്കിസ് വോയ്സ് സന്ദേശങ്ങളുടെ ഉദ്ദേശ്യം സ്റ്റേഷനുകളിലെ ഓപ്പറേറ്റർമാർ ജാഗ്രത പുലർത്തുന്നുവെന്നത് സ്ഥിരീകരിക്കുകയാണെന്ന് എഴുതി. മറ്റ് വിശദീകരണങ്ങൾ: സൈനിക കമ്മീഷണറേറ്റുകൾ പ്രക്ഷേപണം നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ ജേണൽ ഓഫ് എർത്ത് സയൻസിൽ 4625 കിസിൽ ഒരു സിഗ്നൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് അയണോസ്ഫിയറിലെ മാറ്റങ്ങൾ അളക്കുന്ന ഒരു നിരീക്ഷണാലയം വിവരിക്കുന്നുവെന്ന ഒരു ഊഹാപോഹമുണ്ട്. ശബ്ദ സന്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റഷ്യൻ സോവിയറ്റ് സൈനിക ആശയവിനിമയങ്ങളാണ് എന്നതാണ് ഏറ്റവും സാധ്യതയുള്ള ഉദ്ദേശ്യം. ഫസ്പ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ മുൻകൈ പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്കുള്ള ഒരു നമ്പർ ഈ സ്റ്റേഷനായ സ്റ്റേഷൻ ക്രമരഹിതവും പ്രവചനാതീതവുമായ സമയങ്ങളിൽ സന്ദേശങ്ങൾ സംഭവിക്കുന്നത് വളരെ കുറവാണ്. അതേസമയം നമ്പറുകൾ സ്റ്റേഷനുകൾ അപൂർവമായി മാറുന്ന ഒരു നിശ്ചിത ഷെഡ്യൂൾ ഉപയോഗിക്കുന്നു. അതിനുപുറമെ 4625 കിസിന്റെ മാറാത്ത ആവൃത്തിയും കുറഞ്ഞ ട്രാൻസ്മിറ്റർ ശക്തിയും റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള വിശ്വസനീയമായ ആശയവിനിമയത്തിന് അനുയോജ്യമല്ല. അവിടെ ചാരന്മാർ നിലയുറപ്പിക്കും. ആവൃത്തി നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ചാനൽ മാർക്കർ ആയി ബേർസിംഗ് പ്രവർത്തിക്കുന്നു. അതുവഴി മറ്റ് സാധ്യതയുള്ള ഉപയോക്താക്കൾക്ക് ഇത് ആകർഷകമല്ല. ഒരു പഴയ അനലോഗ് റിസീവറിൽ സിഗ്നലിലേക്ക് ട്യൂൺ ചെയ്യുന്നതിന് സിഗ്നേച്ചർ ശബ്ദം ഉപയോഗിക്കാം. ട്യൂണിംഗ് ഫോർക്കിന് സമാനമായ ഇലക്ട്രോ മെക്കാനിക്കൽ ഫ്രീക്വൻസി ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിന് മോഡുലേഷൻ അനുയോജ്യമാണ്. ഒരു റിസീവറിൽ സ്ക്വെൽച്ച് സജീവമാക്കാൻ ഇത് ഉപയോഗിക്കാം. ഷോർട്ട് വേവ് ബാൻഡുകളിലെ വ്യത്യസ്ത എമിഷൻ പ്രോപ്പർട്ടികൾ കാരണം ലെവൽ അധിഷ്ഠിത സ്കെൽച്ച് ഉപയോഗിക്കുന്നത് വിശ്വസനീയമല്ല. ഇത് ഒരു സിഗ്നൽ നഷ്ടം കണ്ടെത്താനും അനുവദിക്കുന്നു. ഇത് റിസീവറിൽ ഒരു അലാറം മുഴക്കുന്നതിന് കാരണമാകുന്നു. ഒരു BBC ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന മറ്റൊരു സിദ്ധാന്തം ടവർ റഷ്യൻ പരിധി മിസൈൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഒരു ഡെഡ് ഹാൻഡ് സിഗ്നൽ പുറപ്പെടുവിക്കുന്നുവെന്നും ഒരു ആണവായുധത്തിന്റെ ഫലമായി സിഗ്നൽ തടസ്സപ്പെട്ടാൽ ആണവ പ്രതികരണത്തിന് കാരണമാകുമെന്നും പറയുന്നു. റഷ്യക്കെതിരായ ആക്രമണം. ഈ സിദ്ധാന്തത്തിനും സാധ്യതയില്ല, കാരണം ബസർ പതിവായി നിർത്തുന്നു തകരുന്നു. സമാനമായ ഫോർമാറ്റ് പിന്തുടരുന്ന മറ്റ് 2 റഷ്യൻ സ്റ്റേഷനുകളുണ്ട്. ദി പിപ്പ് എന്നും ദി സ്ക്വീക്കി വീൽ എന്നും വിളിപ്പേരുണ്ട്. ബസർ പോലെ ഈ സ്റ്റേഷനുകൾ ഒരു സിഗ്നേച്ചർ ശബ്ദം പ്രക്ഷേപണം ചെയ്യുന്നു. അത് നിരന്തരം ആവർത്തിക്കുന്നു. പക്ഷേ കോഡ് ചെയ്ത വോയിസ് സന്ദേശങ്ങൾ റിലേ ചെയ്യുന്നതിന് ഇടയ്ക്കിടെ തടസ്സം നേരിടുന്നു. മുൻ ട്രാൻസ്മിറ്റർ റഷ്യയിലെ പൊവാരോവോയ്ക്ക് സമീപം 5650 37 എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സെലെനോഗ്രാഡിനും സോൾനെക്നോഗോർസ്കിനും ഇടയിലായി ഏകദേശം 10 കിലോമീറ്റർ 6.2 മൈൽ മോസ്കോയുടെ വടക്കുപടിഞ്ഞാറ് ലോഷ്കി ഗ്രാമത്തിന് സമീപമാണ്. 1997-ലെ ആദ്യത്തെ അറിയപ്പെടുന്ന വോയിസ് ബ്രോഡ്കാസ്റ്റ് വരെയുള്ള സ്ഥലവും കോൾസൈനും അജ്ഞാതമായിരുന്നു. 2010 സെപ്റ്റംബറിൽ സ്റ്റേഷന്റെ ട്രാൻസ്മിറ്റർ അടുത്തുള്ള നഗരമായ കെറോമാസിവ് ഗ്രാമത്തിനടുത്തുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാറ്റി. ഇത് റഷ്യൻ സൈന്യത്തിന്റെ പുനർസംഘടന മൂലമാകാം. 2015 ഓഗസ്റ്റ് 9 മുമ്പ് കെറോമാസിവ് ട്രാൻസ്മിറ്റർ സൈറ്റിൽ നിന്ന് സ്റ്റേഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടില്ല. ഒരു പ്രത്യേക പ്രദേശത്തിനായി റഷ്യൻ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചതിനാലാകാം ഇത് മോസ്കോ മിലിറ്ററിയിൽ മാത്രം ആവൃത്തി ഉപയോഗിക്കുന്നതിന് കാരണം. ജില്ല നിലവിൽ മോസ്കോയിലെ നാരോ ഫോമിൻസ്കിലുള്ള 69ാമത് കമ്മ്യൂണിക്കേഷൻ ഹബ്ബിൽ നിന്ന് മാത്രമാണ് ബസർ പ്രക്ഷേപണം ചെയ്യുന്നത്. 2011-ൽ ഒരു കൂട്ടം നഗര പര്യവേക്ഷകർ പൊവാരോവോയിലെ കെട്ടിടങ്ങൾ പര്യവേക്ഷണം ചെയ്തു. ഉപേക്ഷിക്കപ്പെട്ട ഒരു സൈനിക താവളം കണ്ടെത്തുകയും അതിൽ 4625 കിസിൽ ഒരു ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം സ്ഥിരീകരിക്കുന്ന ഒരു റേഡിയോ ലോഗ് റെക്കോർഡ് രേഖപ്പെടുത്തുകയും ചെയ്തു.